ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട്? മാജിക് മൊമെന്റ്. രേണുസുതി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ നിങ്ങൾ എല്ലാവരും കൂടി ഈ വളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ആക്രമിക്കുന്നത്? അങ്ങനെ 2025 തീരാൻ പോവുകയാണ്. അപ്പൊ 2025 തീരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് തീയതി 27, 28, 29, 30, 4 ദിവസം കൂടി ഉള്ളൂ ഇനി ഈ 2025 തീരാൻ. എനിക്ക് തോന്നുന്നു ഈ 2025 സ്റ്റാർട്ടിങ് തൊട്ട് ഇത് രേണുസുതിയുടെ കാലമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ രേണുസുതി തൂത്തുവാരി നെഗറ്റീവ് റീച്ചിലൂടെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണെങ്കിലും ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ എന്തെങ്കിലും ആട്ടെ. അപ്പൊ ഈ രേണുസുതിയുടെ ഈ യൂണിവേഴ്സിൽ പുതുതായിട്ട് പുള്ളി വള്ളി പിടിക്കുന്നത് നമ്മുടെ ഷെബീന ബീബി ആയിട്ടാണ്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കിന് കൊടുക്കുന്നുണ്ട്. തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും മുത്തിയുടെ വിളിക്കും എല്ലാം ഇവിടെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ബിഷപ്പിനും അങ്ങനെ കുറച്ച് ആൾക്കാർക്കും ഫിറോസിക്കായ്ക്കും ഒക്കെ വേണ്ടുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ നമ്മുടെ ഷെബീന ബീബി ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇവർ അങ്ങോട്ടും വിളിക്കും ഇവർ ഇങ്ങോട്ടും വിളിക്കും. എന്താണെങ്കിലും ഇതിൽ ആരാണ് മികച്ചു നിൽക്കുന്നതെന്ന് പറയാൻ നമുക്കായിട്ടില്ല. അപ്പൊ രണ്ടും കണക്ക് തന്നെയാണ്. നമുക്ക് എന്താണ് ഇവരുടെ ഇടയിലെ പ്രശ്നം? അതിന്റെ ഇടയിൽ ഒരു ചേട്ടൻ നമ്മുടെ രേണുസുതിയെ അട്ടപ്പാടിയായിട്ടുള്ള രേണുസുതിയാണ്, അവൾ എങ്ങനെയും കഞ്ഞി കുടിച്ച് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാമർശമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് വഴിയെ പറഞ്ഞ് ഇപ്പൊ എന്താണ് നിലവിൽ നടക്കുന്നതെന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, പിന്നെ എന്താണ് ഹൈപ്പ് കൊടുക്കുക. നിനക്ക് അടക്കമായില്ലേടി? നിനക്ക് നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നു. നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞാണ്. അപ്പം രേണുസുതി ഒന്നും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. രേണുസുതിക്ക് എങ്ങനെയാണ് വീട്ടുകാരും കൂട്ടുകാരും പറഞ്ഞു തരുന്ന അറിവുകൾ മാത്രമേ ഉള്ളൂ. 2 പേരിലും 2 കൂട്ടുകാരുണ്ട്. ഒന്ന് സജീനയും പിന്നെ വേറെ ഒരു പെങ്കൊച്ചും മാനേജർ കൊച്ചും. അപ്പൊ ഇതാണ് രേണുസുതിയുടെ കൂട്ടുകാർ. അപ്പൊ ഈ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഓതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ പാവം ഈ രേണുവിന് അറിയുന്നുള്ളൂ. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. ആര് വീഡിയോ ഇട്ടാലും രേണു ഇതൊന്നും കാണാറില്ല, ഒന്നുമില്ല, വെറുതെയാണ്. എല്ലാം കുത്തിയിരുന്ന് കാണുന്നുണ്ട്. അല്ലാതെ ഇത്രയും നല്ലൊരു മറുപടി ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. കുത്തിയിരുന്ന് കണ്ടാൽ മാത്രമേ അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. പക്ഷെ രേണു അത് സമ്മതിച്ച് ഈ ഒരു കാരണവശാലും സമ്മതിച്ചു തരത്തില്ല. കാരണം എന്താണ്? നിങ്ങളൊക്കെ അട്ടപ്പാടികളാണ്, ബ്ലോഗേഴ്സ്, നിങ്ങൾ അട്ടപ്പാടികളാണ്. എന്നോട് കിടപിടിക്കാനുള്ള ഒരാളായില്ല. ഞാൻ ആരാണ്? ഞാൻ പുഷ്പയാണ്, താഴത്തില്ല എന്നൊക്കെയാണ്, ഫയറാണ് എന്നാണ് ഇവിടെ വന്ന് പറയുന്നത്. ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണം ഉണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി ഈ 2025-26 കാലഘട്ടത്തിൽ നിനക്ക് നാണം ഉണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി ബീവി, നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും. പക്ഷേ ഇല്ലേ, രേണുസുതിക്ക് ആരും വേണ്ടടി. ഒറ്റയ്ക്ക് നിന്ന് രേണുസുതി ഇവിടെ വരെ വന്നത്. പിന്നെ ഒറ്റയ്ക്ക് നിന്നാണ് രേണുസുതി വന്നേക്കുന്നത്. ഒറ്റയ്ക്ക് എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേണുസുതി എങ്ങനെയാണ് അത്യാവശ്യം നെഗറ്റീവ് റീച്ചിലൂടെ 10 വ്ലോഗേഴ്സ് എടുത്ത് ഇതുപോലെ റിയാക്ട് ചെയ്ത് അങ്ങനെ ബിഗ് ബോസുകാർ എന്തോ തേങ്ങ കിട്ടുമെന്ന് കരുതിയിട്ട് അവരുടെ കാശും കളഞ്ഞ് റേഷനും കളഞ്ഞ് ഇതിനെ പിടിച്ച് അന്നട്ട് എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താണ് കാണിച്ചത്? പേനിഞ്ഞിരിക്കി എന്താണ് എന്റെ സുതിയേട്ടാ, പിന്നെ തത്തമ്മ, കണ്ണില്ലാത്ത തത്തമ്മ, ഞാൻ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് 10-35 ദിവസം കഴിഞ്ഞ് ദേ കിടക്കുന്ന വെളിയിൽ. എനിക്ക് വീട്ടിൽ പോകണം. കാരണം പുള്ളിക്കാരിക്ക് പോകണം പറ്റത്തില്ല. അപ്പം പേനയും കൊണ്ട് അവർക്ക് ആകെപ്പാടെ കിട്ടിയ ഒരു കണ്ടന്റ് അയച്ച് ഇവരെ വലിയ ഹൈപ്പ് ഉണ്ടെന്ന് കരുതിയിട്ട് വെളി കിടക്കുന്ന പബ്ലിസിറ്റി കണ്ടിട്ട് വലിച്ചു കയറ്റി ബിഗ് ബോസിനകത്ത് വിട്ടു. അവിടെ പേനെ കൊന്നതും ഇതുപോലെ എന്താണ് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന കണ്ടു എന്ന് പറഞ്ഞതല്ലാണ്ട് വേറെ ഒരു കണ്ടന്റും അവിടെ കൊടുത്തില്ല. പിന്നെ എനിക്ക് വീട്ടിൽ പോകണമെന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് എങ്ങനെയും ഈ പണ്ടാരത്തെ ഒഴിവാക്കണം എന്ന് ഇരിക്കുമായിരുന്നു. അപ്പാണ് കിടന്ന് കരയുന്നത്. അപ്പൊ അതേ പിടിക്കുന്ന ഓണത്തിന്റെ അന്ന് ലാലേട്ടൻ വന്നിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുപോയി. അപ്പൊ അവിടെ അങ്ങനെ ഈ കുറച്ച് ബ്ലോഗേഴ്സിന്റെ ഒരു ഇടപെടൽ കൊണ്ട് അങ്ങനെ കുറച്ച് പബ്ലിസിറ്റി കിട്ടി. അങ്ങനെ ഒന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ് രേണുസുതി. അല്ലാണ്ട് രേണുസുതിക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വന്നത്? 24 മണിക്കൂറും എന്റെ സുതിയേട്ടൻ എന്ന് പറഞ്ഞ കാറി അയാൾ മരിച്ച് അയാളെ വിറ്റ് കാശാക്കി അയാളെ വിറ്റ് ജീവിച്ച് നമ്മൾക്ക് ചിലര് മരിക്കുമ്പോഴത്തേക്ക് രക്ഷപ്പെടും. അപ്പൊ അങ്ങനെ സ്വന്തം ഭർത്താവ് മരിച്ച നിലയിൽ രക്ഷപ്പെട്ട ഒരേ ഒരു ഭാര്യയാണ് രേണുസുതി. അപ്പം അവിടുന്ന് കയറി വന്നിട്ട് പിന്നെ ദേ കിടക്കുന്നത് എങ്ങോട്ടാണ് പോയത്? ബാറിൽ ഡാൻസ് കളിക്കാൻ, കുടിയന്മാരുടെ കൂടെ നിന്നിട്ട് ഡാൻസ് കളിക്കണം. അപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? അവിടെ വരെയാണ് രേണുസുതി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എത്തി നിൽക്കുന്നത്. അതാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നാണ് ഇപ്പം പറഞ്ഞത്. അപ്പൊ അടുത്ത ബിഗ് ബോസ് വരാൻ പോകും. മാർച്ച് വരുമ്പോഴത്തേക്ക് ഈ ഹൈപ്പും കോപ്പും ഒക്കെ തീരും. നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കിട്ട് തന്നു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എന്റെ അപ്പൻ. എന്റെ അപ്പനെ പറഞ്ഞാൽ നിന്നെ ഞാൻ ഇനിയും പറയും. പിന്നെ എന്റെ വീട്ടുകാരെ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ. നിനക്ക് നാണം ഉണ്ടോടി? നാണം കെട്ടവളെ, നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള വ്ലോഗ്. നാണം കെട്ടവളെ.
നമുക്കൊന്നും പറയാനില്ല. രണ്ടും കണക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിളിക്കുന്നുണ്ട്. അപ്പം ഷെബീന ബീബിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ആ പുള്ളിക്കാരി ആവശ്യത്തിനുള്ളത് കൊടുക്കുന്നുണ്ട്. അടുത്ത വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ചേട്ടൻ ബീബിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് മെസ്സഞ്ചറിൽ. അപ്പം രേണുസുധിയെ ബ്ലോഗേഴ്സ് എല്ലാം കൂടി എടുത്തിട്ട് അലക്കുന്നു, എന്തിനാണ് ആ പെങ്കൊച്ചെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ആ ചേട്ടൻ രംഗത്തോട്ട് വന്നിട്ടുള്ളത്. ആരാന്നറിയത്തില്ല, ഒരു മുസ്ലിം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ചേട്ടന്റെ രോദനം, ഒരു ബ്രദറിന്റെ രോദനം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമ്മളങ്ങനെ വന്ന് സംസാരിക്കുന്ന ആളൊന്നുമല്ല, എന്നാലും ഞാൻ പറയുക, രേണുസുധി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ നിങ്ങളെല്ലാവരും കൂടി ഈ വളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ആക്രമിക്കുന്നത്? അവർക്കൊരു ഭർത്താവില്ലാത്ത അവരെങ്ങനെയും ജീവിക്കട്ടെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇതില്ലാതെ അവർ നടക്കുന്നവരെ അവരെങ്ങനെയാലും ജീവിച്ചോട്ടെ. എന്തിനാണ് നിങ്ങൾ അവിടെ ഇതൊക്കെ എടുത്ത് അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത രേണുസുധി എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത രേണുസുധിയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ 2025 ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് പോയി ഇപ്പം ഒരു നേരത്തിന്റെ വകയില്ലാത്ത രേണുസുധി ഒന്നുമല്ല. ഇപ്പം നമുക്കാണ് ഒരു നേരത്തിന്റെ ആഹാരത്തിന് വകയില്ലാത്ത വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റത്തെ തോന്നിവാസവും കയ്യിലിരിപ്പും മഹാമോശമാണ്. അപ്പം രേണുസുധി ഇപ്പം അടിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ വില കൂടിയ സംഭവമാണ്. ചെറുതൊന്നും പിടിക്കത്തില്ല, ഹണീബി പണ്ടാരതൊന്നും ഇല്ല, അങ്ങേയറ്റത്തെ കൂടുതൽ സാധനമൊന്നുമല്ല. അപ്പം അതമടി പരിപാടിയാണ് ഇപ്പൊ രേണുസുധിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ല, രേണുസുധി തന്നെ പറഞ്ഞത്, ഒന്ന് കണ്ടിട്ട് നോക്ക്. വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട്? മാജിക് മൊമെന്റ്. ഇതെങ്ങനെ അറിയാം? ആണോ? അറിയാവോ? അപ്പൊ മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കഴിക്കത്തില്ല. വല്ലപ്പോഴും കേട്ടോ. രേണുസുധിയുടെ ഫേവറേറ്റ് ആണ് മാജിക് മൊമെന്റ്. അപ്പം അതുപോലത്തെ ഐറ്റംസ് ഒക്കെ അടിക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഈ കൊച്ചിന് കഞ്ഞി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മാജിക് മൊമെന്റ് ഒക്കെ അടിച്ച് ചിക്കൻ കാലും കടിച്ചു പറിച്ചിരിക്കുന്ന ഐറ്റം ആണെന്നാണ് അർത്ഥം. മനസ്സിലായോ? അല്ലാതെ ഈ കൊച്ചിനിപ്പം കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തൊന്നുമില്ല. കഞ്ഞി കുടിച്ച് എല്ലിന്റെ ഇടയിൽ കയറിയതിന്റെ കുത്തലാണ് ഇപ്പൊ കിടന്ന് കാണിക്കുന്നത്. എല്ലിന്റെ ഇടയിൽ കയറുക എന്ന് പറഞ്ഞില്ല, ആ സെയിം സിസ്റ്റമാണ് ഇപ്പൊ രേണുസുധിക്കുള്ളത്. അപ്പം കേറാങ്ങളയ്ക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കേറാങ്ങളെ പറഞ്ഞ തീർന്നില്ല, ഒരുപാടുണ്ട്, നമുക്ക് വഴിയെ കേൾക്കാം, നോക്കാം. ഈ ഒരു ആരുപോലും ഇല്ലാത്തൊരു സ്ത്രീയെ കുറിച്ച് ഇതുപോലെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിൽ എങ്ങനെയാ ഇത്? നിങ്ങൾ ഒരു സ്ത്രീയല്ലേ? അത് നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരില്ലേ? അമ്മയും പെങ്ങന്മാരും അങ്ങനെയുള്ളവരാരും സ്ത്രീജനങ്ങൾ ആരും ഇതുപോലെ വെള്ളം അടിച്ച് കൂതറ കളിച്ച് നടക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ബാറിലും ഡാൻസ് ചെയ്ത് നടക്കുകയാണ്. അപ്പൊ വെള്ളമൊക്കെ അടിക്കോ അടിക്കാതിരിക്കും, അതൊക്കെ അവർ ഇഷ്ടം, അവരെന്തെങ്കിലും കാണിക്കട്ടെ. അപ്പം ഇപ്പം എന്താണ്, രേണുസുധിക്ക് ചായയും വെള്ളമൊന്നും അല്ല ആവശ്യം, മാജിക് മൊമെന്റ് ഒക്കെയാണ്. മാജിക് മൊമെന്റ് വാങ്ങിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും വെക്കാൻ നമുക്കില്ല, അതിന്റെ ആവശ്യമില്ല. അതുമല്ല, ഇപ്പം ആഹാരം കഴിച്ചിട്ട് എല്ലിന്റെ ഇടയിൽ കയറി നിൽക്കുന്ന രേണുസുധിയാണ് എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കിയേ ഉള്ളൂ. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. അവളെ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് നിങ്ങൾ ദോഷമല്ലേ ഇതൊക്കെ? പടച്ചവരെന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ മോളിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ നാട്ടിലെ എത്രയോ സ്ത്രീകളുണ്ട്, അവരുടെ മണ്ടയ്ക്കൊന്നും കയറാതെ അവൾ എങ്ങനെയാലും ജീവിക്കട്ടെ. നിങ്ങൾക്കെന്തോ നഷ്ടം? നിങ്ങളെ കൊണ്ട് ചായ മേടിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റുന്നത്. ഈ പാവം പിടിച്ചൊരു സ്ത്രീയെക്കുറിച്ച് എൻ്റെ ആരുമല്ല അവർ, ഞാനൊരു മുസ്ലിമാണ്. ഞാൻ സുധിയേട്ടൻ്റെ ആ പ്രോഗ്രാമൊക്കെ കണ്ട് ഞാൻ കാണുന്നതിനായിരുന്നു. ദോഷമല്ലേ ഇതൊക്കെ? ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ആ പാവം പിടിച്ച സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ? അവൾക്ക് വീട് വെച്ച് കൊടുത്തോ, അവൾ വീട്ടിൽ കിടക്കുന്നോ, നിങ്ങളെന്തിനാ അറിയുന്നേ? അവൾ എന്ത് വല്ല ആയിക്കോട്ടെ, അവൾ കിടന്നു കൊടുത്ത് കാശുണ്ടാക്കട്ടെ. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? നിങ്ങളുടെ വീട്ടിലാർക്കും അവൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നോ? ആരെയും നിങ്ങളുടെ വീട്ടിൽ രേണുസുധി സപ്പോർട്ട് ചെയ്ത് വന്നിട്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുവാണ് രേണുസുധി ഊക്കുവാണോ? എന്ന് വെച്ചാൽ രേണുസുധി കടന്നു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെന്ന്. അപ്പൊ ഇത് ഒരു വല്ലാത്ത ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയി പോയിക്കോട്ടെ. രേണു ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മളെക്കാളും അങ്ങനത്തെ ഒരു ഇതൊന്നും പറഞ്ഞില്ല. രേണുസുധി ബാറിൽ പോയി ഡാൻസ് കളിക്കുന്നതൊക്കെ മാത്രം നമ്മൾ ബ്ലോഗേഴ്സ് പറഞ്ഞുള്ളൂ. അപ്പൊ രേണുസുധിയുടെ ആരാധകർ തന്നെയാണ് ഇങ്ങനെ കടന്ന് പറയുന്നത്. അപ്പം ഒരു കേരളങ്ങളുടെ രോദനമാണ് നമ്മൾ കേട്ടത്. അവൾ എങ്ങനെയും ജീവിച്ചോട്ടെ, അവൾ കടന്നു കൊടുത്തോ അല്ലാണ്ട് എങ്ങനെയും ജീവിച്ചോട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ രേണുസുധിക്ക് ഇതിനെന്താണ് പറയാനുള്ളത് എന്നൊക്കെ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങള്, കാട്ടായങ്ങൾ, കാട്ടിക്കൂട്ടലുകൾ, ഇതൊക്കെയാണ്. രേണുസുധിയുടെ കുറെ ലീലാവിലാസങ്ങൾ വീണ്ടും പൊടി തട്ടി വന്നിരിക്കുകയാണ്. രേണുസുധി പഴയ ട്രാക്കിലോട്ട് കംബാക്ക് ആയിരിക്കുകയാണ്. കോൺട്രവേഴ്സി സൃഷ്ടിക്കാനും അത് നിലനിർത്താനും രേണുസുധിക്ക് സ്വന്തമായിട്ടുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കാനൊക്കെ രേണുസുധിക്ക് നന്നായിട്ട് അറിയാം. അപ്പം കഞ്ഞി കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നവരോട് രേണുസുധി ഇപ്പം മാജിക് മൊമെന്റ് ഒക്കെയാണ് അടിക്കുന്നത്. അപ്പം ആ ലെവലിലോട്ട് രേണുസുധി എത്തിയിരിക്കുന്നു. വളരെ നല്ല കാര്യം. അഭിമാനിയുമായിട്ട് വീട്ടിൽ ഇരുന്ന് അടിക്കുന്നു. അതായത് നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭുവിനെ പോലെ അവിടെ കിടന്നിട്ട് പാകാനൊന്നും നിൽക്കുന്നില്ലല്ലോ. അതൊക്കെ നല്ല കാര്യം തന്നെ. അത്രയും ലെവലിലോട്ട് ഉയർന്നതിനും നമുക്ക് സന്തോഷമുണ്ട്. അപ്പൊ അടിച്ച് കോൺ തെറ്റ്, ശരീരം നശിപ്പിച്ച് കളയോ, എന്ത് വേണേലും ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇതിനകത്തൊന്നും യാതൊരു പങ്കുമില്ല. ഇതൊക്കെയാണ് രേണുസുധിയുടെ യൂണിവേഴ്സിൽ ഇപ്പം ചെറുതായിട്ട് നടക്കുന്ന ഒരു കാര്യം. ഇപ്പം രേണുസുധി വള്ളി പിടിച്ചേക്കുന്നത് നമ്മുടെ ഷെബീന ബീബി ആയിട്ടാണ്. ഇനി എന്തൊക്കെ പുറത്ത് വരും, ഷെബീന ബീബിക്ക് തോന്നി എന്തൊക്കെ വിളിച്ച് പറയുന്നു നമുക്കറിയത്തില്ല. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുവരെ. ബൈ.